15ാം നിയമസഭയിൽ ഉത്തരം കിട്ടാതെ പോയത് 2992 ചോദ്യങ്ങളാണ്. 14ാം സഭയിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ 2581. സഭയിൽ ഉത്തരം നൽകാൻ പരിമിതിയുണ്ടെങ്കിൽ സഭാ സൈറ്റിലെങ്കിലും മറുപടി നൽകേണ്ടതാണെന്നാണ് ചട്ടം. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നിയമപരമായി ഉത്തരം ലഭിക്കുക എന്നത് അവകാശമാണെന്നിരിക്കെ ഈ വസ്തുത ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. മുൻ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകനായ ഡോക്ടർ റെൽഫി പോൾ എന്നിവർ ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന പഠന കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 15ാം സഭയെക്കുറിച്ചുള്ള വിലയിരുത്തൽ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുടെ വിശദാംശം പുറത്തുവിട്ടത്. റിപ്പോർട്ട് മറ്റൊരു പ്രധാന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിയമസഭയുടെ ധർമ്മം നിയമനിർമ്മാണമാണെങ്കിലും അക്കാര്യത്തിൽ നിയമസഭാ അംഗങ്ങളുടെ പങ്ക് വളരെ ദുർബലമാണ് എന്ന വസ്തുതയാണത്. ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നതും ഈ പഠന റിപ്പോർട്ടുകളുടെ വെളിപ്പെടുത്തൽ തന്നെയാണ്. നിയമനിർമ്മാണത്തിൽ നിയമസഭയ്ക്ക് റോളില്ലേ? നിയമസഭകളിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കാത്തതോ അതല്ലെങ്കിൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതോ ആയ കാര്യങ്ങൾ ജനപ്രതിനിധികൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും വലിയ ചർച്ചയാകാറുണ്ട്. നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ച് ഇതിന് കൃത്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത് ചോദ്യമില്ലാത്ത ഉത്തരങ്ങളുടെ പട്ടിക പുറത്തു വരുമ്പോഴാണ്. 15ാം നിയമസഭയിൽ ഒരു MLA ചോദിച്ചത് ശരാശരി 637 ചോദ്യങ്ങളാണ്. 80% അംഗങ്ങളും 500-ലേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 39% 1000-ലധികവും 44% 500 മുതൽ 1000 ചോദ്യങ്ങളും ഉയർത്തി. 1% പേർ 50-ൽ താഴെ മാത്രം ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. നിയമസഭയിൽ ചോദ്യങ്ങൾ കൃത്യമായ മറുപടി നൽകാതിരിക്കുകയോ ബോധപൂർവം വിവരങ്ങൾ മറച്ചുവെക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നത് സഭയുടെയും അംഗങ്ങളുടെയും അവകാശത്തിന്മേലുള്ള ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചോദിച്ച ചോദ്യത്തിന് മനഃപൂർവ്വം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ നിയമസഭാ ചട്ടം 154 അനുസരിച്ച് സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകാം. പ്രഥമ ദൃഷ്ട്യാ അവകാശ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ സർക്കാർ അത് സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടും. കമ്മിറ്റി ഈ വിഷയം വിശദമായി അന്വേഷിക്കുകയും ബന്ധപ്പെട്ട മന്ത്രിയോടോ ഉദ്യോഗസ്ഥരോടോ വിശദീകരണം തേടുകയും ചെയ്യും. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ സഭയ്ക്ക് നടപടിക്ക് ശുപാർശ ചെയ്യാം. ചോദ്യോത്തരവേളയിലോ അതിനുശേഷമോ മറുപടി കൃത്യമല്ലെന്ന് കാണിച്ച് അംഗങ്ങൾക്ക് സഭയിൽ വച്ചു തന്നെ ക്രമപ്രശ്നം ഉന്നയിക്കാൻ അവകാശമുണ്ടെന്നിരിക്കെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന അന്വേഷണം ആവശ്യമാണ്. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. നിയമസഭയുടെ ധർമ്മം നിയമനിർമ്മാണമാണെങ്കിലും അക്കാര്യത്തിൽ നിയമസഭാംഗങ്ങളുടെ പങ്ക് വളരെ ദുർബലമാണെന്നാണ് പഠനം വെളിപ്പെടുത്തുന്നത്. നിയമം പാസാക്കാൻ വോട്ടു ചെയ്യുന്നു എന്നതിനപ്പുറം നിയമനിർമ്മാണത്തിൽ നിയമസഭയ്ക്ക് കാര്യമായ പങ്കില്ല. പ്രായോഗികമായി കരട് ബില്ലുകൾ തയ്യാറാക്കുന്നത് എക്സിക്യൂട്ടീവാണ്. നിയമസഭയുടെ പങ്ക് ബില്ല് പരിശോധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിലേക്ക് ചുരുങ്ങുന്നു. നിയമത്തിലെ ഓരോ വ്യവസ്ഥയും പരിശോധിച്ച് ഭേദഗതി നിർദ്ദേശിക്കുക മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഘട്ടത്തിലും MLA-മാരുടെ ഇടപെടൽ അർത്ഥവത്താകുന്നില്ല. ചർച്ചയില്ലാതെ ബില്ലുകൾ തിടുക്കത്തിൽ പാസാക്കുന്നു. 12ാം നിയമസഭയിൽ 111 ബില്ലുകളാണ് അവതരിപ്പിക്കപ്പെട്ടത്. 13ാം നിയമസഭയിൽ അത് 144 ബില്ലുകളും 14ാം നിയമസഭയിലേക്ക് എത്തുമ്പോൾ 141 ബില്ലുകളും അവതരിപ്പിക്കപ്പെട്ടു. സർക്കാർ തയ്യാറാക്കുന്ന ബില്ലുകളിൽ മാറ്റം വരുത്തുന്ന വിധം ഇടപെടാൻ നിയമസഭയ്ക്ക് സാധിക്കാത്ത സ്ഥിതിയാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അംഗങ്ങൾക്ക് ഭേദഗതി ഫലപ്രദമായി അവതരിപ്പിക്കാനും അംഗീകരിക്കുവാനും കഴിയാതെ പോകുന്നു. നിയമം തയ്യാറാക്കുന്നതിൽ അംഗങ്ങൾക്ക് സാങ്കേതിക വൈദഗ്ധ്യം കുറവായതിനാൽ ഭേദഗതി നിർദ്ദേശം ഫലപ്രദമായി അവതരിപ്പിക്കാനും അംഗീകരിക്കാനും കഴിയാതെ പോകുന്നു. 2021 മുതൽ 2025 വരെ കാലയളവിൽ പ്രതിവർഷം രാജ്യത്ത് കൂടുതൽ ദിവസം നിയമസഭ ചേർന്നത് കേരളത്തിലാണ്. ശരാശരി 41 ദിവസം സിറ്റിംഗ് നടന്നതായി ഡൽഹിയിലെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ PRS ലെജിസ്ലേറ്റീവിന്റെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും കുറവ് സഭ സമ്മേളിച്ചത് നാഗാലാൻഡിലാണ്. 8 ദിവസം മാത്രമാണ് അവിടെ സഭ സമ്മേളിച്ചത്. രാജ്യത്താകെ നിയമസഭകളുടെ സിറ്റിംഗുകൾ വർദ്ധിച്ചിട്ടുണ്ട്. 2024 ശരാശരി 21 ദിവസങ്ങളായിരുന്നത് 2025 ആയപ്പോൾ അത് 24 ദിവസങ്ങളായി വർദ്ധിച്ചു. 5 വർഷത്തെ കാലാവധിയിൽ ഏകദേശം 300 സഭാദിനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെങ്കിലും
15ാം കേരള നിയമസഭ 16 സമ്മേളനങ്ങളിലായി ആകെ 204 ദിവസങ്ങൾ മാത്രമാണ് സമ്മേളിച്ചത്. അതായത് 96 ദിവസങ്ങളുടെ കുറവുണ്ടായി. 22 സമ്മേളനങ്ങളിലായി 232 ദിവസങ്ങൾ സമ്മേളിച്ച 14ാം കേരള നിയമസഭയേക്കാൾ 28 ദിവസങ്ങൾ കുറവാണ് 15ാം നിയമസഭയിൽ രേഖപ്പെടുത്തിയത്. 14ാം നിയമസഭയിലെ ആകെ പ്രവർത്തന സമയം 1265 മണിക്കൂറായിരുന്നു എങ്കിൽ 2021-26 കാലയളവിൽ അത് 1192 മണിക്കൂറായി കുറഞ്ഞു. എന്നാൽ ശരാശരി പ്രതിദിന സഭാസമയം 5.3 മണിക്കൂറിൽ നിന്ന് 5.5 മണിക്കൂറായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. സഭ ചേരുന്ന ദിവസങ്ങൾ കുറഞ്ഞെങ്കിലും MLA-മാരുടെ ഹാജർ നില ഉയർന്ന നിലയിലായിരുന്നു. ഏകദേശം 65% MLA-മാർക്ക് 90% മുകളിലും 87% MLA-മാർക്ക് കുറഞ്ഞത് 80% ഹാജരും ഉണ്ടായിരുന്നു. ആകെ പ്രവർത്തന സമയമായ 1192 മണിക്കൂറിൽ കൂടുതൽ സമയം ചെലവിട്ടത് ചോദ്യോത്തരവേളയ്ക്കും അടിയന്തര പ്രമേയങ്ങൾക്കുമായിരുന്നു. സഭാ സമ്മേളനങ്ങളുടെ കാര്യത്തിൽ കേരളം ഏറെ മുന്നിലാണെന്നത് അഭിമാനകരമാണെങ്കിലും സഭയ്ക്കുള്ളിലെ ഗുണകരമായ ഇടപെടലുകളിൽ ആശങ്കകൾ നിഴലിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് തയ്യാറാക്കുന്ന ബില്ലുകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ജനപ്രതിനിധികൾക്ക് കഴിയാതെ വരുന്നത് നിയമനിർമ്മാണത്തിൽ സഭയുടെ പങ്ക് കേവലം ഒരു ഔപചാരികത മാത്രമായി ചുരുങ്ങുന്നു എന്നതിന്റെ തെളിവാണ്. MLA-മാർക്ക് ബില്ലുകൾ പഠിക്കാൻ കൂടുതൽ സമയം അനുവദിക്കുക, നിയമനിർമ്മാണ പ്രക്രിയയിൽ അവർക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങളും വൈദഗ്ധ്യവും ഉറപ്പാക്കുക എന്നിവയിലൂടെ മാത്രമേ നിയമസഭയെ കൂടുതൽ അർത്ഥവത്താക്കാൻ സാധിക്കുകയുള്ളൂ. കേവലം ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ നിയമങ്ങൾ പാസാക്കിയെടുക്കുന്ന രീതിയിൽ നിന്നും മാറി ആഴത്തിലുള്ള ചർച്ചകൾക്കും സൂക്ഷ്മ പരിശോധനകൾക്കും വഴിമാറുന്ന ഒരു സഭാ സംസ്കാരം രൂപപ്പെടേണ്ടത് ശക്തമായ ജനാധിപത്യത്തിന് അനിവാര്യമാണ്. സ്പോട്ട്ലൈറ്റിൽ ഇനി മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം.